ധർമ്മമാണ്. ഇങ്ങനെ സാർവത്രികമായി നന്മയെ പ്രോത്സാഹിപ്പിച്ച ഒരു മതത്തെ ഏത് കോലത്തിലായി ഈ കൂട്ടർ അവതരിപ്പിക്കുന്നത്? ഞാൻ വിനയപുരസരം ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അള്ളാഹു നൽകിയ വലിയ നിഅമത്ത് ഈ ലീഡർഷിപ്പാണ്. ഒരുപാട് ആലിമീങ്ങളും നേതാക്കന്മാരും നമ്മുടെ കൂടെയുണ്ട്. അത് മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്. ആ ലീഡർഷിപ്പ് പറയുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോയാൽ ലീഡർഷിപ്പിനെ പറ്റി ഹദീസുണ്ട്. ലീഡർഷിപ്പിന് പിഴച്ചു പോകില്ല. കാരണം എന്താ അറിയോ? ലീഡർഷിപ്പിനെ പറ്റിയുള്ള ഹദീസ്, നേതൃത്വം ആഗ്രഹിക്കാൻ പാടില്ല, ഇങ്ങോട്ട് വന്നാൽ തട്ടി മാറ്റരുത്. ബഹുമാനപ്പെട്ട മുബറക്ക അതിൻ്റെ മാതൃകയാണ്. ഈ രംഗത്ത് എന്ത് കഷ്ടപ്പെട്ടാലും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി നിർവഹിക്കാതെ KV നമുക്കൊരു മാതൃകയാണ്. ഒരു യൂത്ത് ലീഗുകാരൻ ചെയ്തതിനേക്കാൾ ഏറെ KV ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വന്നാൽ തട്ടി മാറ്റരുത്. അത് അള്ളാഹു നൽകിയ നിഅമത്താണ്. ഇനി അത് ഏറ്റെടുത്താലോ, സമൂഹത്തിന് വേണ്ടി നീ അത് വിനിയോഗിച്ചാൽ നിന്നെ അള്ളാഹു പ്രാപ്തനാക്കും. അള്ളാഹു നിന്നെ പ്രാപ്തനാക്കും. നിനക്ക് കഴിവില്ലെങ്കിൽ പോലും നിന്നെ അള്ളാഹു പ്രാപ്തനാക്കും. അപ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നമ്മൾ വിജയം വരിക്കും എന്ന് ഉറപ്പാണ്. ആ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് പാണക്കാട്ടെ തങ്ങന്മാരുടെ ലീഡർഷിപ്പ്, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. പാണക്കാട്ടെ തങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. ഈ നമ്മുടെ വലിയ തങ്ങൾ, ഈ തങ്ങളെ വാപ്പ പൂക്കോയ തങ്ങളെപ്പറ്റി ഒരു സംഭവം തരുവണയിൽ, വയനാട്ടിലെ തരുവണയിൽ ഡോക്ടർ അബ്ദുൽ അസീസ് എഴുതിയതാണ്. തരുവണയിൽ ബാഫയ്ക്ക് തങ്ങളെ ക്ഷണിക്കാൻ തീരുമാനിച്ചു നാട്ടുകാർ. ആ നാട്ടിൽ ഒരു ഗടാഗടിയ മുതലാളി പറഞ്ഞു, ബാഫയ്ക്ക് തങ്ങളൊന്നും ഇവിടെ വേണ്ട. അപ്പം അയാൾ ധാരാളം ധർമ്മം ചെയ്യും, സക്കാത്ത് സദക്കയെല്ലാം കൊടുക്കും, കഞ്ഞി വെച്ച് പാവപ്പെട്ട വീടുകളൊക്കെ കൊടുത്തേക്കും. അതുകൊണ്ട് ഇയാൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം വർത്താനില്ല. അപ്പോൾ ഈ മുതലാളി പറഞ്ഞു, ബാഫയ്ക്ക് തങ്ങളെ ക്ഷണിക്കണ്ട. നാട്ടുകാർ എന്നാൽ പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. ബാഫയ്ക്ക് തങ്ങൾ വഫാത്തിന് ശേഷം പൂക്കോയ തങ്ങളെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുതലാളി പറഞ്ഞു, എന്തിനു പൂക്കോയ തങ്ങൾ, ഇവിടെ ഞാൻ തന്നെ പോരെ, പിന്നെ പൂക്കോയ തങ്ങൾ. പക്ഷെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അത് 2 ലീഗിലുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ. നാട്ടുകാർക്ക് ഇന്ന് ദേഷ്യം പിടിച്ചു. അങ്ങനെ ഉണ്ടാവും, രണ്ടുണ്ടാവും, ഒരു വാശി ഉണ്ടാവും. നമ്മൾ ക്ഷണിച്ച് കൊണ്ടുവരും, വാശി പിടിച്ചു. പൂക്കോയ തങ്ങളെ കൊണ്ടുവന്നു. അപ്പോൾ പൂക്കോയ തങ്ങളൊന്ന് അവമാനിക്കാൻ വേണ്ടി, പൂക്കോയ ചന്ത ചീത്ത വിളിക്കാൻ വേണ്ടി ഒരു വട്ടം കെട്ടി. പക്ഷെ ആർക്കും ധൈര്യം വന്നില്ല. അവസാനം പുറത്തുനിന്ന് ആരെയും കിട്ടാഞ്ഞിട്ട് ഈ മുതലാളി അയാളുടെ മകനെയും മരുമകനെയും ഏൽപ്പിച്ചു തങ്ങളെ ഒന്ന് അവമാനിക്കാൻ. തങ്ങളെ അവമാനിക്കാനൊന്നും ചാൻസ് കിട്ടാതിൻ്റെ അവസാനം പെണ്ണ് ഒരിട്ട് മഷി കുടഞ്ഞു തങ്ങളെ പുറത്ത്. ആരും ശ്രദ്ധിക്കാതെ മഷി കുടഞ്ഞു രണ്ടാളും. പ്രസംഗം കഴിഞ്ഞ് തങ്ങൾ കാറിലേക്ക് കയറാൻ പോകുമ്പോൾ ആരോ പറഞ്ഞു, തങ്ങളെ ഷർട്ട് എന്താ വൃത്തിയുടെ. അപ്പോൾ തങ്ങൾ നോക്കുമ്പോൾ അതിന് മഷിയാണ്, നിറയെ മഷി കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് എന്താണെന്ന് ആൾ ബേജാറാകുമ്പോൾ തങ്ങൾ പറഞ്ഞാൽ സാരമില്ല, അത് ഏത് പിരാന്തന്മാർ ചെയ്തു തരും. തങ്ങൾ കാറിൽ കയറി. ഡോക്ടർ അബ്ദുൽ അസീസ് പറയുന്നു, ഇവിടെ യുക്തിക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലുത് അനുഭവമാണല്ലോ. ആ നിമിഷം മുതൽ 2 പേർക്കും ഭ്രാന്താണ്. ഇന്നും ആ 2 പേരും ജീവിച്ചിരിക്കുന്നു തരുവണയിൽ. കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ മുതലാളിയെ പറ്റി അസീസ് പറയുന്നുണ്ട്, ഇത് ചെയ്യിച്ച മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളിയുടെ അന്ത്യം അതിദയനീയമായിരുന്നു. ഞാൻ അതിൻ്റെ അപ്പുറം എഴുതിയിട്ടില്ല, കാരണം മരിച്ചാളെ പറ്റി ദോഷം പറയരുതല്ലോ, അതുകൊണ്ടായിരിക്കും. ദയനീയമായിരുന്നു അന്ത്യം. മോനും മരുവോനും ഇപ്പോൾ പിരാന്താണ്. ഞാനിതൊരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ഇരിക്കൂറിലെ ഖത്തീബ് അബ്ദുറസാഖ് ദാരിമി പറഞ്ഞു, ഞാൻ ഈയിടെ തരുവണയിൽ പോയപ്പോൾ ഇതിൽ ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ഹാല് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് ധനമൊക്കെയുള്ള ആളുണ്ട്, ധനാഢ്യരാണല്ലോ, ഇത് ചികിത്സിച്ചുകൂടെ? അപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദ് എത്ര ചികിത്സിച്ച്, ഇത് ചികിത്സിച്ചാലൊന്നും മാറൂല തങ്ങളെ. പിന്നെ ഉസ്താദ്, ഇത് പാണക്കാട്ടെ തങ്ങളെ കുരുത്തക്കേടാണ്. പീരാന്തം തന്നെ പറയാണ്. പാണക്കാട്ടെ തങ്ങളുടെ നേതൃത്വം അതാണ്. തങ്ങളെയും തങ്ങളുടെ പ്രസ്ഥാനത്തെയും എതിർക്കുന്ന ഈ നട്ടപീരാന്തന്മാരുണ്ടല്ലോ പറയണം, തീവ്രവാദികൾ, അവരും ഈ വസ്തുത മനസ്സിലാക്കുക, സത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.